നിങ്ങളിപ്പോ വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തേന്ന്. എന്നാ നിങ്ങക്ക് തെറ്റി. നമ്മുടെ പ്രിൻസിപ്പാൾ എന്താ പറഞ്ഞേക്കണെന്നറിയാവോ? കവിത ടീച്ചറെ എല്ലാ കാര്യത്തിനും കവിത ടീച്ചർ ഓടി നടക്കണം, എല്ലാ കാര്യത്തിലും കവിത ടീച്ചറുടെ കൈയെത്തണം. പ്രിൻസിപ്പാളെ, ഞാൻ എല്ലാ കാര്യവും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പാളിന്റെ ജോലിയും കറക്റ്റ് ആയിട്ട് ചെയ്യണേ. ഒന്നും നോക്കണ്ട, ബാറ്ററി പൊട്ടിച്ചോ. ഇന്നിച്ചിരി സുന്ദരി ആയിട്ടുണ്ട്. ചുമ്മാതെ ഇല്ലെങ്കിൽ ബാറ്ററി ചാർജ് ആവൂല. അപ്പൊ നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളെ ഇന്ന് കാത്തിരുന്ന പോലെ നമ്മളുടെ ആനുവൽ ഡേ ആണ്. നമ്മുടെ ആനുവൽ ഡേ ഫംഗ്ഷനിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യാം നമ്മുടെ കേരളത്തെ തരംഗം കൊള്ളിച്ച റാപ്പ് സിംഗർ. വെൽക്കം സർ. Hello guys, are you happy? Happy guys. കൊണ്ട് കളഞ്ഞു. എടി പഠിക്കുന്ന സമയത്ത് എന്റെ പേര് ബിബീഷ്. ഓക്കെ അത് ഓക്കെ. ഇപ്പൊ മലയാള സിനിമയിൽ വന്നതിന് ശേഷം ഇവിടെയുള്ള ജനങ്ങൾ എന്റെ പേര് മാറ്റി. എന്താണ് ഇപ്പൊ ഞാൻ ചൂടൻ. അതെ അതെ അതെ. എടി ഞാൻ ഈ നാച്ചുറൽ വൈബ് അനുസരിച്ച് പാടുന്ന ആളാണ്. സംഗീതമാണ് എന്റെ ലഹരി, ആ ലഹരിയാണ് എന്റെ സംഗീതം. നിനക്കറിയാമോ, ശ്രുതിയാണ് എന്റെ പുക, താളമാണ് എന്റെ പുക, ലയമാണ് എന്റെ പുക. ഇതിൽ നിനക്ക് എന്ത് മനസ്സിലായി? കട്ട കഞ്ചാവാന്ന് മനസ്സിലായി. ഇൻസൾട്ട് ചെയ്യാനാണെങ്കിലേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ നിന്റെ നിക്കറിന്റെ കഥ എനിക്ക് പറഞ്ഞാ പോരെ? അങ്ങനെ നിക്കറിന്റെ കഥ പറയാണെങ്കിൽ എനിക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. സ്കൂളിൽ നിന്ന് 5 കിലോ അരി കൊടുക്കുന്ന സമയത്ത് ഒരു സഞ്ചി പോലും കയ്യില്ലാണ്ട് നീ അരി മേടിക്കാൻ വേണ്ടി വന്നു. അന്ന് എന്റെ നിക്കർ ഊരിട്ടാണ് നീ ആ 5 കിലോ അരി വീട്ടിലേക്ക് കൊണ്ടുപോയത്. എന്ത് കാര്യത്തിന്? തിരിച്ച നിക്കറാ? പിന്നെ നിന്റെ നിക്കറെല്ലാം കീറിയിട്ട് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ശരി, എന്റെ നിക്കറിന് കുറ്റം പറയുന്നോടെ മാറിപ്പോയിട്ടോ. ഇത്ര ആൾക്കാർ മുമ്പ് വെച്ചിട്ട് നിക്കറിന്റെ കാര്യം പറയാൻ മാറിപ്പോവല്ലേ? മാറിപ്പോയിന്നല്ല, നീ ആകെ മാറിപ്പോയെന്ന്. അത് നിന്റെ തോന്നലാണ്. എന്താടാ? എടി പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ എത്ര ആഗ്രഹങ്ങളാണ് ഞാൻ നടത്തി തന്നത്. നിനക്ക് അപ്പൂപ്പൻ താടിയെ പിടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടാതായപ്പോൾ ഹെഡ് മാസ്റ്ററിന്റെ താടി ഞാൻ പറിച്ചു തന്നു. അത് പോട്ടെ, നിനക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കാണുന്ന ചക്രമാമ്പഴത്തിൽ ഞാൻ വലിഞ്ഞു കയറി മാങ്ങ പറിച്ചു തന്നു. ഈ തൂണിൽ നിന്റെ പേരെഴുതണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും വലിഞ്ഞു കയറി നിന്റെ പേര് ഞാൻ എഴുതി വെച്ചു. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ നിനക്ക് വേണ്ടി ഞാൻ വലിഞ്ഞു കയറി. എനിക്ക് ഓർമ്മയുണ്ട്. നീ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നേ? ഇപ്പൊ ഞാൻ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിൽ. അവിടെ നീ വലിഞ്ഞു കയറിയാണോ? പറഞ്ഞതല്ലേടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇന്നെ വഴക്ക് പറഞ്ഞതിന്റെ കാരണം അറിയുമോ? ഞാൻ നിങ്ങളൊരു റാപ്പ് ഗായകനാവാനുള്ള പ്രധാന കാരണം നീയാ. എടി, ഞാൻ ആദ്യമായിട്ട് നിന്റെ അടുത്ത് പ്രണയം തുറന്നു പറഞ്ഞ അപ്പൊ നീ എന്റെ മുഖത്ത് നോക്കി എന്താണ് ഈ പറഞ്ഞത്? നിന്റെ പാട്ടിന് പാടാന്ന്. അന്ന് പാട്ടിന് പോയതാണ്. പാട്ടുകാരനായിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഞാൻ പാട്ട് പഠിക്കാൻ വേണ്ടി പോയി. 8 കൊല്ലം ഞാൻ ചെമ്പയിലായിരുന്നു. ചെമ്പയിലായിരുന്നു. പിന്നെ എന്റെ പാട്ട് കണ്ടിട്ട് ഭാഗവതർക്ക് മനസ്സിലായി ഞാനൊരു പുണ്ണാക്ക് പഠിക്കലെന്ന്. അങ്ങനെ ഭാഗവതർ എന്നെ ചേമ്പിലേക്ക് അടിച്ച് പറഞ്ഞു വിട്ടു. പിന്നെ പോപ്പ് പാടി അവസാനം ഇവിടെ ഗായകനായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്താടാ? അത് ഏതെങ്കിലും കൊച്ചിന്റെ അമ്മയാണ്. പ്രിൻസിപ്പാളാ? എന്റെ പൊന്നു തക്കളു വളർത്തി, പൊന്നു എന്ത് സുന്ദരിയടാ. നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എച്ചമ്മ ഉണ്ടായിരുന്നു. അത് എച്ചമ്മാണോ അച്ചാമ്മയാണോ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഇതെന്ത് സുന്ദരിയാണ്. അത് മറ്റേ ലീന പഠിക്കുന്ന പോലില്ലേ? അതാണ് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ടിവിയിൽ കാണുമ്പോ അല്പം ഭംഗി കുറവാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോ അതിനും മെനക്കേടാണ്. എന്നെ ചപ്പിച്ച മോന്താണ്. അപ്പൊ ഞാനാ അങ്ങനെ പറഞ്ഞത്. പിന്നെ പ്രിയമുള്ളവരെ, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പാടിയ സിനിമയുണ്ട്, ചുട്ട കപ്പലടി എന്ന പാനഞ്ചൻ സിനിമയിലെ. പിന്നെ കപ്പലടി ആരും നിലത്തിട്ട് പറക്കോ? എടി, അതിന് പറക്കാൻ പാൻ വേണം. അതെ, ചുട്ട കപ്പലടി എന്ന പാനഞ്ചൻ സിനിമയിൽ ഞാൻ ആലപിച്ച ആ മനോഹരമായ ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാൻ പോവുകയാണ്. Are you ready guys? Come on guys. Tadalaka. Tadalaka. കടലക്ക വറുത്തത് ഫൈസലേ, അതിൽ കുഴി വാരിയിട്ടത് മുജീബ്, ചട്ടിലിട്ട് വറുത്തു നജീബ്. കരിമിന്റെ മക്കളാ കരിമിന്റെ. കടലക്ക വറുത്തത് ഫൈസലേ, അതിൽ കുഴി വാരിയിട്ടത് മുജീബ്, ചട്ടിലിട്ട് വറുത്തു നജീബ്. കരിമിന്റെ മക്കളാ കരിമിന്റെ. കപ്പലണ്ടി താനിലിട്ട് ഒരു തവിയെടുത്ത് ചറ പറ പറ ചറ പറ പറ ചറ പറ ചറ പറ 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 പറ
ഇതാണ് എന്റെ ചുട്ട കപ്പലണ്ടി. ചുട്ട കപ്പലില്ല, നല്ല ചുട്ട അടി വേണം. അല്ല, നല്ല പാട്ടാണ്. നിമിഷ റാപ്പ് കാണും. എടാ, എന്നാലേ നമ്മുടെ പ്രിൻസിപ്പാളിനെ കുറിച്ചൊരു പാട്ട് പാട്. പ്രിൻസിപ്പാളിനെ ഇഷ്ടപ്പെട്ട വാരിയെറിയും. ആണാ? പ്രിൻസിപ്പാളെ പൊക്കിപ്പാട്. അങ്ങനെയാണെങ്കിൽ are you ready? പ്രിൻസി പ്രിൻസി പാൾ പാൾ എടപ്പാളല്ല പ്രിൻസിപ്പാൾ. പാൾ പാൾ എടപ്പാളല്ല പ്രിൻസിപ്പാൾ. നിന്നെ കാണാൻ എന്തൊരു മെന, നീ എന്റെ ഓമന. നീ ഏതും മനയില, നീ എന്നെ മനസ്സിലാ. ലവ് യു ലവ് യു ലവ് യു ലവ് യു ഐ ലവ് യു. Love you, love you, love you, love you, I love you. Love you, I love you, പറ. Love you, പറ. അഞ്ജലി, പറ. നീ പറ, നീ പറ. അല്ലെങ്കിൽ നിങ്ങൾ പറ. Love you, പറ. നിർത്തടാ, ഇതെന്ത് സാധനോടാ? എന്റെ പാട്ടല്ലേ? അല്ല, നീ വലിച്ചു കയറ്റിങ്ങനെ എന്ത് സാധനം എടി, ഞാൻ പറഞ്ഞില്ല, ആളുകളെ കണ്ട് ഞാൻ പാട്ട് എഴുതും. അതെന്റെ ഒരു ശൈലിയാണ്. ആയിരിക്കുന്ന പുള്ളിയാറാ? അത് മാഷാ, കണക്കാ. കണക്കാണ് പുള്ളി, കൊള്ളു. കണക്ക് മാഷാണോ? എങ്കിൽ ആ മാഷിനെ കുറിച്ച് ഞാൻ ഒരു റാപ്പ് പാടും. പുള്ളിയുടെ പേര് നോബി മാർക്കോസ്. നോബി മാർക്കോസ്. നോബി മാർക്കോസിന് വേണ്ടിയുള്ള എന്റെ റാപ്പ് സോങ്. ആർ യു റെഡി? നോബി മാമാ മാമാ മാർക്കോസ്. നോബി മാമാ മാമാ മാർക്കോസ്. രണ്ടും കൂടെ ചേർന്നാൽ നോബി മാർക്കോസ്. നോബി നിന്റെ നോബി, നോബി നിന്റെ നോബി, നോബി നിന്റെ നോബി, നോബി നിന്റെ നോബി. നോബി സാറ് കാസെടുത്താൽ പിള്ളേരുടെ കാര്യം നോബി, പിള്ളേരുടെ കാര്യം നോബി. നോബി മാർക്കോസ്. പൊന്നെ, എന്തൊക്കെ പാട്ടാടാ ഇത്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ ആദ്യം പ്രിൻസിപ്പാളിനെ കുറിച്ച് പറയും. അപ്പൊ പേരിന്റെ ആദ്യത്തെ 2 അക്ഷരം എടുക്കുക. അതായത് പ്രിൻസി. നോബിനെ കുറിച്ച് പാടി. അപ്പൊ നോബിയുടെ പേരിന്റെ ആദ്യത്തെ 2 അക്ഷരം എടുക്കുക. നോ 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 നോബി. അങ്ങനെ ഒരാളുടെ പേരിന്റെ തുടക്കത്തിൽ 2 അക്ഷരം കിട്ടിയാൽ നമുക്ക് പാട്ട് പാടാൻ പറ്റും. അതെ, ഞാൻ ഇവിടുത്തെ PTA പ്രസിഡന്റിനെ കുറിച്ചൊരു പാട്ട് പാടിയല്ലോ. എന്താ? പുള്ളിയുടെ പേര് അണ്ടിപ്പള്ളിക്കാവ് ശശി. അണ്ടിപ്പള്ളിക്കാവ് ഞാൻ പാടില്ല, ഞാൻ പാടില്ല. അവസാനമായിട്ട് നിന്നെ കുറിച്ച് ഒരു പാട്ട് പാടട്ടെ? അല്ല, ഞാൻ പാടും. കവിത കവിത കവിതയ്ക്കുണ്ടൊരു കഥ. അത് എന്ത് കഥ? അത് കഥന കഥ. അത് എന്ത് കഥ? അത് കഥന കഥ. പീട്ടി 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 മാഷ്. പീട്ടി 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 മാഷ്. പീട്ടി മാഷിനും കവിത ടീച്ചറും കഞ്ഞിപ്പൂരേന്ന് പിടിച്ച കഥ. അതിപ്പോ ഞാൻ ഉണ്ടാക്കിയ കഥ. നീ ഇപ്പൊ എന്താണ് ചവിട്ടിയത്? നീ അവസാനത്തെ പാട്ടാണെന്നാണോ പറഞ്ഞത്? ക്ലൈമാക്സ് അടിക്കുമ്പോ എപ്പോഴും ചവിട്ടി നിർത്തണം. അപ്പൊ നിനക്ക് തെറ്റി. എടി, ക്ലൈമാക്സ് ഒരിക്കലും ചവിട്ടി നിർത്തരുത്. ക്ലൈമാക്സ് എപ്പോഴും അടിച്ചു നിർത്തണം. അമ്മ, ആന്റി ക്ലൈമാക്സ്. കുറെ നല്ല പാട്ടുകൾ നമുക്ക് കിട്ടി. സ്വന്തമായിട്ട് ഇനി നോബി ചേട്ടൻ എവിടെ പോയാലും എൻട്രി മ്യൂസിക് കൊടുത്ത താങ്കൾക്കിരിക്കട്ടെ നല്ലൊരു കൈഡി. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പവർ പാക്ക് പെർഫോമൻസ്? നിമിഷ കവി എന്ന് പറയുന്നവര് നിമിഷ റാപ്പർ, അടിപൊളി പെർഫോമൻസ്. ശരി, ചേച്ചി. തകർത്ത്. സാരി ഒന്നും ഒരു വിഷയമേ അല്ല. സാരി ഉടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്ന് ഒതുങ്ങിപ്പോകും. ഇത് പാന്റ് ഇട്ടാലും സാരി ഇട്ടാലും അതേ എനർജി കേറുമ്പോ സാരി എല്ലാം സൂപ്പർ. ഐ ലവ് ദാറ്റ്. ആ ഒരു യുനോ നമ്മളുടെ ബോഡിയിൽ ഒരു കംഫർട്ട് ആയി കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്തിട്ടാലും നമ്മളുടെ റോളിനെ പറ്റി മാത്രമേ വിചാരിക്കുള്ളൂ. ആൻഡ് കോമ്പറ്റീഷൻ അത് തകർത്ത്. നിങ്ങൾ 2 പേരും എനർജി വാസ് സൂപ്പർ. ഓക്കേ, ടീം ഡെഡ്. അടിപൊളി. സജീർ ഒന്നും പറയാനില്ല. നിങ്ങൾ 2 കൂടെ പൊളിക്കാൻ നമുക്കറിയാം. സത്യം. പട്ടിച്ചൊരു പോക്ക് സൂപ്പർ ആയിരുന്നു. ഒരു മുഴക്കമായിരുന്നു. അതിനിടയ്ക്ക് പാസ് ചെയ്യുമ്പോ ഒന്ന് തട്ടി അതിനുള്ള തിരിച്ച് ചവിട്ടി. അപ്പൊ പിന്നെ അത് ക്ലൈമാക്സ് ആയി. അതുകൊണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല. ഇന്നത്തെ പെർഫോമൻസിൽ എത്ര ലഭിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. തിരിഞ്ഞ കളിയാ. ആണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയിൽ നിന്നും കുറവാണ്, പക്ഷെ എന്നാലും നോട്ട് ബാഡ്. പക്ഷെ പ്രതീക്ഷിച്ചത്
50 ആയിരിക്കും. ഇല്ല അത്ര പ്രതീക്ഷയില്ല. ഒരു 75. അവള് പ്രതീക്ഷയില്ല, ഇപ്പൊ കേറുമ്പോ മൊത്തം പറഞ്ഞോണ്ട് 50 കിട്ടണേ 50 കിട്ടണേ ആഗ്രഹം പറയാലോ. ഗുഡ് വൺ. എന്തായാലും 35,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ശ്വേത ചേച്ചി അത് കൈയോടെ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കേ കിട്ടിയിട്ടുണ്ട്. അടുത്ത തവണ നമുക്ക് പൊളിക്കാം.